പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു നാട് മൊത്തം മരണ വീടാക്കി മാറ്റി ഈ പൊന്നുമോളുടെ മരണം. വെറും ഒരു നിസാര കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ് നമ്മുടെ മക്കളൊക്കെ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മരണം, അതും ആരും പ്രതീക്ഷിക്കാത്ത ഒരു രോഗത്തിലൂടെ. നമ്മളൊക്കെ നിസാരമായി കാണുന്ന തലവേദനയാണ് ഈ ഒരു കുഞ്ഞുമോളുടെ ജീവനെടുത്തത്. ഇന്ന് നാടാകെ കണ്ണീരിലാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടുന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും, സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ചില മരണങ്ങൾ അങ്ങനെയാണ്. നമ്മളെ ഏറെ വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളോട് വിട പറഞ്ഞു പോകുക. അതും ചെറിയ കുഞ്ഞു മക്കളാകുമ്പോൾ നമുക്കാർക്കും സഹിക്കുവാനും പറ്റില്ല. അങ്ങനെ ആ നാട് മൊത്തം ഇന്ന് മരണ വീടായി മാറിയിരിക്കുകയാണ്. ഈ ഒരു പൊന്നുമോളുടെ കാര്യം മാത്രമേ ആ നാട് മുഴുവൻ പറയാനുള്ളൂ. ഈ പൊന്നുമോളുടെ മരണവിവരം. ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കാസർഗോഡാണ്. മരണപ്പെട്ടിരിക്കുന്നത് 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമത്ത് ഷബാനയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. ചെങ്കളപ്പാണാളത്തെ MK ഉമർ നബീസ ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ടു പോയത്. 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ബന്ധുക്കൾ പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട് തലവേദനയും പനിയും ഉണ്ടായിരുന്നു എന്ന്. ഈ ഒരു അസുഖം കാരണം ഈ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ലായിരുന്നു എന്നും മാതാപിതാക്കൾ ഉടനെ തന്നെ ചെങ്കളയിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകളൊക്കെ ചെയ്തിട്ടും ഈ കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവിടെയുള്ള ഡോക്ടർമാർക്ക് കണ്ടെത്താനായില്ല. സാധാരണ പനിയും തലവേദനയും ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. എന്നാൽ ഈ വെള്ളിയാഴ്ചയോടെ കുട്ടിയുടെ നില വഷളാവുകയും നില ഗുരുതരമാവുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമോള് പെട്ടെന്ന് ഛർദ്ദിക്കുകയാണ്. ഈ ഒരു അപ്രതീക്ഷിതമായ ഈ ഒരു ഛർദ്ദി കണ്ട് മാതാപിതാക്കൾ ആകെ ബേജാറായി. അങ്ങനെ ഉടനെ തന്നെ കുഞ്ഞിനെ കാസർകോട്ടെ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടുന്ന് അടിയന്തര ചികിത്സ നൽകാൻ ശ്രമിച്ചുവെങ്കിലും ഫാത്തിമത്ത് ഷബാനയുടെ ജീവൻ പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിന്റെ മരണം അവിടെ കണ്ടു നിന്നവരൊക്കെ കൂട്ടക്കരച്ചിലായിരുന്നു അത്രേ. ആ നാടിനെ മൊത്തം ഞെട്ടിച്ചിരിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ മരണം. അതും തലവേദന കാരണം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് എല്ലാ രോഗവും അത് വലുത് തന്നെയാണ്. നമ്മൾക്ക് നിസാരമായി തോന്നുന്ന എല്ലാ രോഗങ്ങളും അത് മക്കൾക്ക് അത് വലുത് തന്നെയാണ്. മക്കൾക്കൊരു രോഗം വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക, അത് നിസാരമാക്കി കാണാതിരിക്കുക. ഈ കുട്ടിയുടെ മരണം അങ്ങനെ സംഭവിച്ചു എന്നല്ല പറയുന്നത്. അവർ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഒരുപാട് ശ്രമിച്ചതാണ്, ഒരുപാട് ഡോക്ടർമാരും ശ്രമിച്ചതാണ്. പടച്ച റബ്ബിൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി. എല്ലാവരും ഫാത്തിമ മോൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. പടച്ച റബ്ബേ, ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ ഖബറിൻ്റെ കരയിലാണ് റബ്ബേ. ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. നിൻ്റെ ഒരു സംരക്ഷണം അവരിൽ ഉണ്ടാകണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം റബ്ബേ. നിൻ്റെ ഒരു സംരക്ഷണം അവരിൽ ഉണ്ടാകണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കണ്ണീരിലാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ ആഖിറത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി കൊടുക്കണേ റബ്ബേ. ആ ഉമ്മയുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന മക്കളാക്കി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, എത്ര മക്കളാണ് റബ്ബേ പെട്ടെന്നും പിടുങ്ങനെയും അപകടത്തിലും മരണപ്പെട്ടു പോയത്. നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ റബ്ബേ. മക്കളില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ.
പഠിച്ച റബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.